ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ്. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ എ ക്ലാസ് മെമ്പർമാർക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന 3 വീടുകളുടെ താക്കോൽദാനവും പുതിയ 3 വീടുകളുടെ പ്രഖ്യാപനവും നടത്തി. ഹൈടെൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വീടുകളുടെ താക്കോൽദാനവും പുതിയ വീടുകളുടെ പ്രഖ്യാപനവും നടത്തി. പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നിർധനരായ എ ക്ലാസ് അംഗങ്ങൾക്ക് സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയായ 3 വീടുകളുടെ താക്കോൽദാനവും പുതിയ 3 വീടുകളുടെ പ്രഖ്യാപനവും ഹൈടെൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 3 വീടുകളുടെ താക്കോൽദാനവും പുതിയ വീടുകളുടെ പ്രഖ്യാപനവും നിർവഹിച്ചു. സഹകരണ മേഖലയിൽ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു മാറ്റമുണ്ടാകുമ്പോൾ, പുരോഗതി ഉണ്ടാകുമ്പോൾ അത് സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തണം. സമ്പത്ത് എന്ന് പറയുന്നത് അതാണ്. സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണമാണ്. ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയണം ഇംഗ്ലീഷിൽ. സമ്പത്ത് ഉണ്ടായാൽ അത് കൃത്യമായി എല്ലാ കൈകളിലേക്കും എത്തുന്ന തരത്തിലുള്ള അതിൻ്റെ നീതിപൂർവമായ പുനർവിതരണമാണ് യഥാർത്ഥത്തിൽ. ബാങ്ക് നല്ല ലാഭം ഉണ്ടാക്കുന്നു, ആ ലാഭത്തിൻ്റെ വിഹിതം ജനങ്ങളിലേക്ക് എത്തുന്നു. ഇതാണ് പ്രധാനം. ഒരുപാട് പ്രതിസന്ധികൾ സഹകരണ മേഖല നേരിടുന്ന ഒരു കാലത്താണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് എല്ലാവരെയും വിസ്മയപ്പെടുത്തിക്കൊണ്ട് 400 കോടി രൂപയുടെ ഡിപ്പോസിറ്റും അത്രയും ലോണും എല്ലാമായി ഏറ്റവും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒരു ബാങ്ക് നിലനിൽക്കുന്നത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിന്മേലാണ്. ആ ധനകാര്യ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ആ ബാങ്കിനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരുപാട് ബാങ്കുകളിൽ അത് മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഗവൺമെൻറ് ഈ കാര്യത്തോട് ഗൗരവമായി സമീപിക്കില്ല എന്നുള്ളൊരു പരാതിയുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. നിയമസഭയ്ക്കകത്തും പുറത്തും സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം സഹകരണ മേഖല എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്, സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. നമ്മുടെ പ്രത്യേകിച്ച് നഗരങ്ങളിൽ ബാങ്കുകൾ ഉണ്ടെങ്കിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. നജീബ് കാന്തപുരം എം.എൽ.എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 26 വർഷം പെരിന്തൽമണ്ണ എം.എൽ.എയും മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി, IPL താരം വിഘ്നേഷ് പുത്തൂർ, സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ് അമാനി എന്നിവരെയും പെരിന്തൽമണ്ണയിലെ ആശാ വർക്കർമാരെയും ചടങ്ങിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ്, KPCC സെക്രട്ടറി വി. ബാബുരാജ്, അഡ്വക്കേറ്റ് എസ്. അബ്ദുൽ സലാം, ആരഞ്ഞിക്കൽ ആനന്ദൻ, DCC പ്രസിഡന്റ് VS ജോയ്, കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ, സഹകരണ സംഘം റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാർ വി. അബ്ദുൽ നാസർ, പ്രൊഫസർ നാലകത്ത് ബഷീർ, TK രാജേന്ദ്രൻ, C. മുഹമ്മദ് ഇർഷാദ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർമാരായ മമ്മിച്ചേരിയിൽ C. അബ്ദുൽ നാസർ, മൊയ്തു കിഴക്കേതിൽ, വി. മുഹമ്മദ് സമീർ, P. മുഹമ്മദ് ഹനീഫ, വി. അജിത് കുമാർ, ER സുരാദേവി, P. റജീന അൻസാർ, T. സുൽഫത്ത് ബീഗം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.